ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തേനുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒട്ടും കളർ ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഈ തേനുണ്ടയുടെ റെസിപ്പി ഒന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം വേണ്ടത് തലേ ദിവസം അരച്ചു വെച്ച ഇഡ്ഡലി മാവിൽ നിന്നും ബാക്കിയുണ്ടെങ്കിൽ അത് കുറച്ചെടുക്കുക. അധികം പുളിയില്ലാത്ത മാവ് എടുക്കുന്നതാണ് നല്ലത്. ഇനി മാവിനൊന്ന് കട്ടി വരാനായിട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ഇരുന്നോട്ടെ. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി വേണ്ട, അതുകൊണ്ട് ദോശമാവൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം എൻ്റെ കുഞ്ഞു മക്കളാണത് കൂടുതലും കഴിക്കുന്നത്. അതുകൊണ്ട് വളരെ നാച്ചുറലായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന അരിയുണ്ടയുടെ അതേ ടെക്സ്ചറും ടേസ്റ്റും അല്ല ഇങ്ങനെ ഇഡ്ഡലി മാവിൽ ഉണ്ടാക്കുന്ന അരിയുണ്ടയ്ക്ക് ഉണ്ടാവുക. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇത് സൂപ്പറാണ്. ഇനി നമുക്ക് ബോൾസ് ഡിപ്പ് ചെയ്യാൻ വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ഷുഗർ ചേർത്തിട്ടാണ് നമ്മളിത് തിളപ്പിക്കാൻ പോകുന്നത്. ഷുഗർ സിറപ്പ് നൂൽപ്പരുവാവണമെന്ന് നിർബന്ധമില്ല. നന്നായിട്ടൊന്ന് കുറുകിയിട്ടൊന്ന് കട്ടിയായി വരില്ലേ വെള്ളം, ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സിറപ്പ് റെഡി ആയിട്ടുണ്ട്, സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിലേക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മുടെ മാവ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഓരോ ബോൾസ് ഉണ്ടാക്കിയെടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കി മാവ് കൂടി റെഡിയാക്കി എടുക്കാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒട്ടും മടിക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ. ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ചെറു ചൂടോടെ തന്നെ നമുക്ക് ഈ ബോൾസ് ഷുഗർ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേ നേരം ഡിപ്പ് ചെയ്ത് വെക്കേണ്ട. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ അത് നനഞ്ഞ് വല്ലാണ്ട് കുതിർന്നു പോവും. സോ മുഴുവൻ ബോൾസും ഞാൻ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനലി ഇഡ്ഡലി മാവ് കൊണ്ടുണ്ടാക്കിയ തേനുണ്ടേതാ റെഡി. മക്കളൊന്ന് കണ്ടാൽ മതി, ഇത് കാലിയാവുന്ന വഴി അറിയില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായും ലൈക്കായും ഒക്കെ എന്നെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.